നോക്കൂ, നമ്മളെ കുട്ടികൾ വലിയ ഉദാത്തമായ മാതൃകകൾ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുമ്പോൾ സഹപ്രവർത്തകനായ ഒരു അധ്യാപകൻ രാത്രി കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, സാറേ എൻ്റെ അമ്മയെ പോലെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ മരിച്ചു. ആദ്യം പുള്ളി കരഞ്ഞു പറയുമ്പോൾ ഞാൻ അമ്മ മരിച്ചത്, എനിക്ക് നാട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. ഈ സമയത്ത് സാറ് ഒരു ഓട്ടോക്കാരെ വിളിച്ചാലും കിട്ടൂല. ഞാൻ പറഞ്ഞു സാറേ 2 വർഷം മുന്നത്തെ നമ്മുടെ പിള്ളേരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജസ്റ്റ് ആ ഗ്രൂപ്പിൽ സാർ ഒരു കുത്ത് പോയിട്ടാൽ അവരവിടെ ഓൺലൈനിലുണ്ടാവും. രാത്രി 1:30 മണിക്കാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ ഒരു കുത്തിടുമ്പോൾ എന്താ സാറേ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് വരുന്നു, വിഷയം ഇതാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ലൈസൻസ് ഉള്ള ആൾക്കാരെ പറയാൻ പാടുള്ളൂ. 2 വർഷം മുന്നത്തെ പിള്ളേരെ ലൈസൻസ് ഉള്ള 2 ആൾക്കാർ മുന്നോട്ട് വരുന്നു. ഒരാൾ പറഞ്ഞു ഞാനിതാ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ പടപ്പറമ്പാണ് സ്ഥലം, ഞാനും ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ നമ്മളൊരു പുതിയൊരു അധ്യാപകനാണെന്ന് പറഞ്ഞു നമ്പർ കൊടുക്കുന്നു. അവർക്കൊരു പരിചയമില്ല, ഈ അധ്യാപകൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ആകെ ഞാനും അവരുമുള്ളൊരു ബന്ധം. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു നീഡ് ഉണ്ടെന്ന് പറയുന്നു. വിത്തിൻ ഒരു 10 to 15 minutes വരെ നാഷണൽ ഹൈവേയിൽ സാർ എത്തിച്ചു കൊടുക്കുന്നു. സാർ അവിടെ നിന്ന് പോകും. സാർ ഇന്ന് പറയുന്ന മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന കുട്ടികളെക്കുറിച്ച് പറയുന്നവരില്ല. ഇതൊരു ഉദാഹരണമാണ് കേട്ടോ. നമ്മൾ കുട്ടികൾ മോശമല്ല, അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ. ദേ ആർ ഡിസ്ട്രാക്റ്റഡ്. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ ഇൻഫർമേഷൻ പമ്പിങ് നടക്കുന്ന ഒരു കാലത്താണ് അവർ ജീവിക്കുക. അപ്പോൾ ഇതിലേതെടുക്കണം, ഏതെടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ടീച്ചേഴ്സ് ആ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള പണിയിൽ നിന്ന് മാറിയിട്ട് ഒരു മെൻറ്റേഴ്സ് എന്നുള്ള റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ശരിയാവും. അതിൽ ആദ്യമേ പറയാനുള്ളത് ടീച്ചേഴ്സിന് കുട്ടികളെ പേരറിയണം. അത് ഷെഫ്ക്കൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ പേരറിയുന്ന ആ പേര് നമ്മളെ പല ടോണിൽ ആ പേര് വിളിക്കാം. ആ ടോണുകളിലൊക്കെയും വിളിക്കാൻ അധികാരമുള്ള ഒരു അധ്യാപകനാകുമ്പോൾ ആ അധ്യാപകൻ ഇന്നും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ. കുട്ടികളൊട്ടും മോശമൊന്നുമല്ല.